മോർണിംഗ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് സെറ്റ് എന്താണെന്ന് പഠിച്ചു, സെറ്റ് റെപ്രസെൻ്റ് ചെയ്യാൻ പഠിച്ചത് നമ്മൾ സെറ്റിൻ്റെ ടൈപ്സ് പഠിച്ചു. അടുത്ത ഒന്നാണ് പവർ സെറ്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച ഒരു ടോപ്പിക്കുണ്ട് സബ്സെറ്റ്, ഓർമ്മയാണ്. സബ്സെറ്റ് എന്ന് വെച്ചാൽ എന്താണ്? സബ്സെറ്റ് എന്ന് വെച്ചാൽ അറിയാം. ഇപ്പം എ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ആൾ 1, 2 എന്ന് പറഞ്ഞ സെറ്റ്. ഇതിൻ്റെ സബ്സെറ്റ് എഴുതാൻ പറയുകയാണ് എങ്കിൽ നമുക്ക് എഴുതാൻ പറ്റും. ഫസ്റ്റ് എന്താണ് പഠിച്ചതാണ്. ഫസ്റ്റ് പോയിൻ്റ് എന്താണ്? നൾ സെറ്റ് ഈസ് ദ സബ്സെറ്റ് അല്ലേ. നൾ സെറ്റ് ഈസ് ദ സബ്സെറ്റ് ഓഫ് ആൾ സെറ്റ്. അടുത്തത് ഫസ്റ്റ് എലമെൻറ്റ് 1 മാത്രം ഒരു സെറ്റിനകത്താക്കിയാൽ അതായിരിക്കും സെക്കൻഡ് സബ്സെറ്റ് ആരുടെ? ഇതിൻ്റെ. അടുത്ത സെക്കൻഡ് നമ്പർ മാത്രം ഒരു സെറ്റിനകത്താക്കിയാൽ അതായിരിക്കും സെക്കൻഡ് സബ്സെറ്റ് അല്ലേ. അടുത്തത് ആൾ സെറ്റ് ഈസ് ദി സബ്സെറ്റ് ഓഫ് ഇറ്റ് സെൽഫ്. എല്ലാ സെറ്റും സബ്സെറ്റാണ് അതിൻ്റെ തന്നെ. അപ്പം സെറ്റ് 1, 2 ഇതിൻ്റെ എണ്ണം കാണാൻ പറയുകയാണെങ്കിൽ 2n ഇസ് ഈക്വൽ ടു 4. എണ്ണം എന്ന് വെച്ചാൽ ഈ സെറ്റിനകത്തുള്ള നമ്പേഴ്സിൻ്റെ എണ്ണം അല്ലേ. അപ്പോൾ 2n 2 ഈസ് എ കോൺസ്റ്റൻറ്റ്. 2 ഒരു കോൺസ്റ്റൻ്റ് ആണ്. ഇവിടെ 3 എണ്ണമായിരുന്നെങ്കിൽ 2³ എന്നായന. ഇവിടെ 4 ആയിരുന്നെങ്കിൽ 2⁴ എന്നായന. ഇനി നമ്മൾ ഇത് ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. പവർ സെറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഇറ്റ് ഈസ് ദ കളക്ഷൻ ഓഫ് സബ്സെറ്റ് ഓഫ് എ സെറ്റ്. ഒരു സെറ്റിൻ്റെ സബ്സെറ്റ്സിൻ്റെ കളക്ഷനാണ് പവർ സെറ്റ്. പഠിച്ചോ? എന്താണ് പവർ സെറ്റ്? എന്താണ് പവർ സെറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഒരു സെറ്റിൻ്റെ സബ്സെറ്റ്സിൻ്റെ കളക്ഷനാണ് പവർ സെറ്റ്. എ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ആൾ 4, 6, 8 ഇതിൻ്റെ പവർ സെറ്റിൻ്റെ എണ്ണം കാണാൻ പറയുകയാണ് എങ്കിൽ പവർ സെറ്റ് P ഈസ് കാൾഡ് പവർ സെറ്റ്. പവർ സെറ്റ് ഓഫ് എന്താണ്? പവർ സെറ്റ് ഓഫ് എ. ഇതിനെ വായിക്കാൻ എന്താണ് വായിക്കേണ്ടത്? P ഓഫ് എന്താണ്? P ഓഫ് എ എന്ന് വായിക്കണം. P ഓഫ് എ അല്ലേ. P ഓഫ് എ പവർ സെറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഇറ്റ് ഈസ് ദ കളക്ഷൻ ഓഫ് സബ്സെറ്റ് ഓഫ് എ സെറ്റ്. ഒരു സെറ്റിൻ്റെ സബ്സെറ്റ്സിൻ്റെ കളക്ഷനാണ് പവർ സെറ്റ്. അത് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് പവർ സെറ്റ് ഓഫ് എ എന്ന് പറഞ്ഞാൽ 2n. ഇത് തന്നെയാണ് പറയുന്നത് 2n. നമുക്കറിയാം ഒരു സെറ്റിന് എത്രമാത്രം സബ്സെറ്റുകളുണ്ട് എന്ന് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. 2n ആണ് നമ്മളെ ഇക്വേഷൻ. അതൊക്കെ ഇവിടെയും. അപ്പോൾ നമുക്ക് എന്താ വേണ്ടത്? നമുക്ക് സബ്സെറ്റ്സിൻ്റെ എണ്ണമാണ് ആവശ്യം. ഒരു സെറ്റിന് എത്ര സബ്സെറ്റ്സ് ഉണ്ടോ അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ കളക്ഷൻ എഴുതി വയ്ക്കുന്നതാണ് എന്തിനാണ്? പവർ സെറ്റ്. കണ്ടെത്താൻ പറയുകയാണെങ്കിൽ പവർ സെറ്റ് അല്ലേ. പവർ സെറ്റ് എന്ന് വെച്ചാൽ എന്തിനാണ്? പവർ സെറ്റ് ഇസ് ഈക്വൽ ടു 2n, അതായത് ഇസ് ഈക്വൽ ടു 2 ഈസ് ദി നമ്പർ ഓഫ് എലമെൻറ്റ്സ്. 2 എന്ന് പറഞ്ഞാൽ ഈ സെറ്റിനകത്തുള്ള എലമെൻറ്റ്സിൻ്റെ എണ്ണമാണ്. ഇസ് ഈക്വൽ ടു 2² ഈസ് ഈക്വൽ ടു 2 × 2 ഈസ് ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാൽ 4 എണ്ണമാണ് ഈ സെറ്റിൻ്റെ സബ്സെറ്റ് അഥവാ പവർ സെറ്റ്. ഓക്കെ. അപ്പോൾ പവർ സെറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഇറ്റ് ഈസ് ദ കളക്ഷൻ ഓഫ് ആൾ സബ്സെറ്റ് ഓഫ് എ സെറ്റ്. ഒരു സെറ്റിൻ്റെ സബ്സെറ്റിൻ്റെ എന്താണ്? ഒരു സെറ്റിൻ്റെ സബ്സെറ്റ്സിൻ്റെ കളക്ഷൻ്റെ എണ്ണമാണ് എന്താണ്? പവർ സെറ്റ്. ഓക്കെ. അടുത്ത പഠിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇൻ്റർവെൽസ് ആ സബ്സെറ്റ് ഓഫ് ആർ. ആറിനെ പറ്റി നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞതാണ്. ആർ ഇസ് കാൾഡ് റിയൽ നമ്പർ. എല്ലാ നമ്പറിൻ്റെയും നമ്മൾ പഠിച്ചറിയാമല്ലോ. നാച്ചുറൽ നമ്പർ പഠിച്ചു, റിയൽ നമ്പർ പഠിച്ചു, ഇൻഡിജേഴ്സ് പഠിച്ചു, ക്യൂ ആണ് റാഷണൽ നമ്പർ, W ഹോൾ നമ്പർ. നമ്മൾ പഠിച്ച എല്ലാ നമ്പേഴ്സിൻ്റെയിലും ഏറ്റവും വലിയ സെറ്റാണ്, ഏറ്റവും വലിയ നമ്പറാണ് ആർ. സെറ്റാണ് റിയൽ നമ്പർ അല്ലേ. ഡെസിമൽ നമ്പർ വരും, റാഷണൽ നമ്പർ വരും, ഫ്രാക്ഷൻസ് വരും,
നാച്ചുറൽ നമ്പേഴ്സ് വരും, ഹോൾ നമ്പേഴ്സ് വരും, നെഗറ്റീവ് നമ്പേഴ്സ് വരും, പോസിറ്റീവ് നമ്പേഴ്സ് വരും. എല്ലാത്തിൻ്റെയും കൂട്ടമാണ് റിയൽ നമ്പർ. നമ്മൾ പഠിക്കാൻ പോകുന്ന ഇൻ്റർവെൽസ് ആണ്. ഇൻ്റർവെൽസ് ആ സബ്സെറ്റ് ഓഫ് ആർ എന്ന് വെച്ചാൽ നിങ്ങൾ ആദ്യമായി കാണുന്ന ഒരു വാക്കാണ് ഈ ബ്രാക്കറ്റിനകത്ത്, ഒരു ചെറിയ ബ്രാക്കറ്റിനകത്ത് എ കോമ ബി. എന്താണ് ഈ ബ്രാക്കറ്റും ഇതും ഉള്ള വ്യത്യാസം പഠിക്കാൻ പോകുന്നത്? നോക്കണേ. ഇതിനെ വായിക്കേണ്ടത് ഇതാണ് ഓപ്പൺ ബ്രാക്കറ്റ്. എന്തുവാണ്? ഇതാണ് ഓപ്പൺ ബ്രാക്കറ്റ്. ഓപ്പൺ ബ്രാക്കറ്റ് എ കോമ ബി. ഓപ്പൺ എ കോമ ബി എന്ന് വെച്ചാൽ ഇസ് ഈക്വൽ ടു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന അർത്ഥം. എന്തുവാണ്? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. എന്തുവാണ്? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി, സോറി, എന്ന് വെച്ചാൽ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി എന്ന അർത്ഥം. എന്തുവാണ്? എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി എന്ന അർത്ഥം. മറക്കരുത്. എന്തുവാണ്? എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി എന്ന് വെച്ചാൽ എയും ബിയും ഇല്ല, അതിനകത്തുള്ള നമ്പേഴ്സ്, അതായത് എയും ബിയും ഇല്ല, പകരം എക്കകത്തും ബിക്കകത്തുള്ള നമ്പേഴ്സ്. അതായത് ഫോർ എക്സാമ്പിൾ ഇങ്ങനെയാണ്. ഇപ്പം ഓപ്പൺ എന്താണ്? ഓപ്പൺ ഇൻ്റർവെൽ അല്ലെങ്കിൽ ഓപ്പൺ ബ്രാക്കറ്റ് 1 4 എന്ന് വെച്ചാൽ എന്താ അർത്ഥം? 1ഉം 4ഉം ഇല്ല, പകരം 1നും 4നും ഇടയ്ക്കുള്ള നമ്പേഴ്സ് മാത്രം എന്ന് പറയുമ്പം ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് എന്താണ്? 2, 3. മനസ്സിലായ? എന്ന് പറയാം. അതായത് ഇനി വായിക്കേണ്ടതാണ്, വായിക്കേണ്ടത് ഓപ്പൺ ഇൻ്റർവെൽ എ കോമ ബി. ഓപ്പൺ ഇൻ്റർവെൽ 1 എ കോമ ബി ഇസ് ഈക്വൽ ടു എ ലെസ് ദാൻ എക്സ്. എക്സ് എന്ന് വെച്ചാൽ എയുടെയും ബിയുടെയും ഇടയ്ക്കുള്ള നമ്പേഴ്സാണ് എക്സ്. ഓക്കെ, എയുടെയും ബിയുടെയും ഇടയിൽ ഉള്ള നമ്പറിൻ്റെ എണ്ണമാണ് എക്സ്. എക്സ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി. The definition of open interval a comma b is equal to a less than b. എയുടെയും ബിയുടെയും നമ്പറാണ് എക്സ്. ഓപ്പൺ ഇൻ്റർവെൽ 1,4 എന്ന് വെച്ചാൽ 1ഉം 4ഉം ഒഴിച്ച് അതിൻ്റെ ഇടയ്ക്കുള്ള നമ്പേഴ്സ് മാത്രം 2,3. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. വായിക്കേണ്ടത് എ ഓപ്പൺ ഇൻ്റർവെൽ എ കോമ ബി. The definition of open interval a comma b is equal to a less than x less than b എന്ന് വെച്ചാൽ എക്സ് എന്ന് പറഞ്ഞാൽ എയുടെയും ബിയുടെയും ഇടയ്ക്കുള്ള ഒരു നമ്പറാണ് എ എക്സ്. ഓപ്പൺ ഇൻ്റർവെൽ 1,4 എന്ന് വെച്ചാൽ 1ഉം എടുക്കൂല 4ഉം എടുക്കൂല, ഇടയ്ക്കുള്ള നമ്പേഴ്സ് 2,3 മാത്രം. ഓക്കെ, നെക്സ്റ്റ് ഇത് വായിക്കേണ്ടത് ഓപ്പൺ ഇൻ്റർവെൽ ആണ്. വായിക്കേണ്ടത് ഓപ്പൺ ഇൻ്റർവെൽ. എന്തുവാണ്? ഓപ്പൺ ഇൻ്റർവെൽ. അപ്പോൾ ഇത് പറയാൻ പറ്റും ഇറ്റ്സ് കാൾഡ് ക്ലോസ്ഡ് ഇൻ്റർവെൽ. എന്താണ്? ക്ലോസ്ഡ് ഇൻ്റർവെൽ. ക്ലോസ്ഡ് മീൻസ് ഇതാണെങ്കിൽ എ ലെസ് ദാൻ ബി അല്ലേ? അടുത്താണെങ്കിൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ കോമ ബി എന്ന് വെച്ചാൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ എ കോമ ബി എന്ന് വെച്ചാൽ എ 2. ക്ലോസ്ഡ് ഇൻ്റർവെൽ a comma b is definition of closed interval a comma b is equal to a less than or equal to x less than or equal to b എന്ന അർത്ഥം. നേരത്തെ ആണെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഇല്ല, ഇവിടെയും ഈക്വൽ ടു ഇല്ല. എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി. ഇവിടെ അങ്ങനെയല്ല, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് വെച്ചാൽ, അതായത് ഇവിടെ നേരത്തെ ആണെങ്കിൽ അവിടെ എയും ബിയും ഇല്ല, എയും ബിയും ഇല്ല, പകരം ഏതെങ്കിലും നമ്പർ മാത്രമേ ഉള്ളൂ. ഇവിടെ അങ്ങനെയല്ല. ക്ലോസ്ഡ് ഇൻ്റർവെൽ 1,4 എന്ന് വെച്ചാൽ ക്ലോസ്ഡ് ഇൻ്റർവെൽ 1,4 ഇസ് ഈക്വൽ ടു ഓപ്പൺ ആയിരുന്നെങ്കിൽ 1ഉം 4ഉം ഇല്ലാതെ 2ഉം 3ഉം എഴുതിയാണ്. പക്ഷേ ക്ലോസ്ഡ് ഇൻ്റർവെൽ 1,4 എന്ന് വെച്ചാൽ 1ഉം ഇതാണ്. ക്ലോസ്ഡ് ഇൻ്റർവെൽ 1,4 ഇസ് ഈക്വൽ ടു 1,2,3,4. 1ഉം എഴുതും 4ഉം എഴുതും നമ്പറും എഴുതും. 1ഉം ഈ 1ഉം
പിന്നെ 4 എല്ലാം വരണം. 1 മുതൽ 4 എന്നർത്ഥം, 4 വരെ. ഇതാണെങ്കിൽ ഓപ്പൺ ആണെങ്കിൽ ഓപ്പൺ ഇൻ്റർവൽ 1,4 ആണെങ്കിൽ 1ഉം 4ഉം ഇല്ല, ബാക്കി 2ഉം 3ഉം മാത്രം. ക്ലോസ്ഡ് ഇൻ്റർവൽ 1,4 ആണെങ്കിൽ 1, 2, 3, 4 ഈ നമ്പരും വരും, ഈ നമ്പരും വരും, ഇടയ്ക്കുള്ളതും വരും എന്നർത്ഥം. ഓക്കെ, വേറെ വായിക്കേണ്ടത്. അപ്പം ക്ലോസ്ഡ് ഇൻ്റർവൽ എ ബി ഇസ് ഈക്വൽ ടു എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. എയും ബിയും പിന്നെ ആ നമ്പേഴ്സും കാണും. ക്ലോസ് ഇൻ്റർവൽ 1,4 മീൻസ് ക്ലോസ് ഇൻ്റർവൽ 1,4 ഇസ് ഈക്വൽ ടു 1, പിന്നെ അടുത്ത നമ്പർ 2, അടുത്ത നമ്പർ 3, 4. അടുത്ത ക്വസ്റ്റ്യൻ, ക്ലോസ്ഡ് ഇൻ്റർവൽ എ കോമ ഇസഡ് എങ്ങനെ എഴുതാൻ പറ്റും? ക്ലോസ്ഡ് ഇൻ്റർവൽ എ കോമ ഇസഡ് ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ആൾ എ ബി സി ഡി എക്സെട്ര അപ് ടു ഇസഡ് വരെ. ഓക്കെ, ഇതാണ് പഠിക്കുന്നത്. അടുത്ത പഠിക്കാൻ പോകുന്നത് ഇത് ഓപ്പൺ ഇൻ്റർവൽ എന്ന് വായിക്കണം. അടുത്ത ക്ലോസ് ഇൻ്റർവൽ അടുത്തതാണ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ കോമ ബി ഓപ്പൺ എന്ന് വായിക്കണം. ഇതാണ് ക്ലോസ്ഡ് ഇൻ്റർവൽ എ കോമ ബി ഓപ്പൺ എന്ന് വായിക്കണം. ക്ലോസ്ഡ് ഇൻ്റർവൽ എ കോമ ബി ഓപ്പൺ എന്ന് വെച്ചാൽ ഡെഫിനിഷൻ പറയൂ. ഇവിടെ നമുക്കറിയാം എ എന്തുവാണ്, ഇവിടെ എഴുതാൻ പറഞ്ഞാൽ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി. എയും ബിയും ഇല്ല, ഇടയ്ക്കുള്ള നമ്പർ മാത്രം. ഇവിടെ ആണെങ്കിൽ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ക്ലോസ് ഇൻ്റർവൽ ആണെങ്കിൽ എയും ബിയും വരും, നമ്പേഴ്സും വരും. അടുത്തത് എന്തുവാണ്? അടുത്തത് ക്ലോസ്ഡ് ഇൻ്റർവൽ എ കോമ ബി ഓപ്പൺ. അപ്പോൾ ക്ലോസ്ഡ് വരുന്ന സമയത്തൊക്കെ എന്തും വരും, ആ നമ്പറും കൂടി വരും എന്ന് പറയുമ്പം എ ഇവിടെ ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്, ഇവിടെ ഓപ്പൺ ആയതുകൊണ്ട് ലെസ് ദാൻ ബി. മനസ്സിലായി? അതായത് ക്ലോസ്ഡ് ഇൻ്റർവൽ എ കോമ ബി ഓപ്പൺ ഇൻ്റർവൽ ഇസ് ഈക്വൽ ടു എ ഉണ്ട്, ഇവിടെ ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ എ വരും. അപ്പോൾ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ്, ഇവിടെ ഓപ്പൺ ആയതുകൊണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ല ബി. മനസ്സിലായല്ലോ? എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ബി. ഓക്കെ, അടുത്തത് അങ്ങനെയാണെങ്കിൽ ക്ലോസ്ഡ് ഇൻ്റർവൽ 1, 2, 5 എഴുതാൻ പറയുകയാണെങ്കിൽ ഈ 1ൻ്റെ ഇപ്പുറത്ത് ക്ലോസ്ഡ് ആയതുകൊണ്ട് അവിടെ 1 ഉൾപ്പെട്ടതായിരിക്കും വരുന്നത്. ഇസ് ഈക്വൽ ടു 1 സെറ്റ് ഓഫ് ആൾ. അതായത് ക്ലോസ്ഡ് ഇൻ്റർവൽ 1,5 ഓപ്പൺ ഇൻ്റർവൽ മീൻസ് ഇവിടെ 1ൻ്റെ ഇപ്പുറത്ത് ക്ലോസ്ഡ് ആയതുകൊണ്ട് 1ഉം കൂടെ ഇൻക്ലൂഡ് ആവും. ദെർഫോർ 1, 2, 3, 4 ക്ലോസ്ഡ്. ഓക്കെ, ഇവിടെ ഓപ്പൺ ആയതുകൊണ്ട് 4 വരെയേ ഉള്ളൂ. ഓപ്പൺ വന്നാൽ അതെടുക്കാൻ പറ്റില്ല. ദെർഫോർ ക്ലോസ്ഡ് ഇൻ്റർവൽ 1,5 ഈക്വൽ ടു എന്താണ്? സെറ്റ് ഓഫ് ആൾ 1, 2, 3, 4. അടുത്ത ഡെഫിനിഷൻ, ഓപ്പൺ ഇൻ്റർവൽ എ കോമ ബി ക്ലോസ്ഡ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ഓപ്പൺ വന്നാൽ ആ നമ്പറില്ല, അപ്പോൾ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി അല്ലേ? ക്ലോസ്ഡ് ആയതുകൊണ്ട് ബിയും കൂടെ വരുമെന്നർത്ഥം. അപ്പോൾ ലാസ്റ്റ് വൺ ഓപ്പൺ ഇൻ്റർവൽ എ കോമ ബി ക്ലോസ്ഡ് ഇൻ്റർവൽ ഇസ് ഈക്വൽ ടു, ഇവിടെ ഓപ്പൺ ആയതുകൊണ്ട് എ വരില്ല, അപ്പോൾ എ ലെസ് ദാൻ എക്സ്, ഇവിടെ ക്ലോസ്ഡ് ആയതുകൊണ്ട് തന്നെ എ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യാപ് ബി. ഓക്കെ, എന്ന് വെച്ചാൽ എവിടെയെങ്കിലും നമ്മൾ ഓപ്പൺ ഇൻ്റർവൽ 1 to 6 ക്ലോസ്ഡ് ഇൻ്റർവൽ കണ്ടാൽ എഴുതാൻ പറഞ്ഞാൽ ഇസ് ഈക്വൽ ടു 1 ഇവിടെ ഓപ്പൺ ആയതുകൊണ്ട് 1 എഴുതാൻ പറ്റുകയില്ല, അപ്പോൾ 2 എഴുതാൻ പറ്റും. സെറ്റ് ഓഫ് ആൾ 2, 3, 4, അടുത്തത് 5, ഇവിടെ ക്ലോസ്ഡ് ആയതുകൊണ്ട് 5, 6. ഓക്കെ, ഇതാണ് ഓപ്പൺ ഇൻ്റർവൽ 1,6 ക്ലോസ് ഇൻ്റർവൽ. ഇവിടെ ഓപ്പൺ ആയതുകൊണ്ട് 1 എഴുതാൻ പറ്റുകയില്ല. അടുത്ത നമ്പർ 2, 3, 4, 5 and 6. ഓക്കെ, അപ്പോൾ
പവർ സെറ്റ് ഈസ് ദ കളക്ഷൻ ഓഫ് ആൾ സബ്സെറ്റ് ഓഫ് എ സെറ്റ്. ഒരു സെറ്റിൻ്റെ സബ്സെറ്റ്സിൻ്റെ കളക്ഷൻ്റെ എണ്ണമാണ് പവർ സെറ്റ്. പവർ സെറ്റ് P of A is equal to 2 raised to n. Intervals are subset of R. R is called real numbers. നമ്മൾ ആദ്യം പഠിക്കേണ്ടതാണ് ഓപ്പൺ ഇൻ്റർവൽ എ കോമ ബി. ഡെഫിനിഷൻ ഓഫ് ഓപ്പൺ ഇൻ്റർവൽ എ കോമ ബി മീൻസ് എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ബി. എക്സ് എന്ന് വെച്ചാൽ എന്താണ്? എക്സ് എന്ന് വെച്ചാൽ എക്കും ബിക്കും ഇടയ്ക്കുള്ള നമ്പേഴ്സിൻ്റെ എണ്ണമാണ് എക്സ്. ഓപ്പൺ ഇൻ്റർവൽ എ കോമ ബി എന്ന് വെച്ചാൽ എയും ബിയും ഒഴിച്ച് ഇടയ്ക്കുള്ള നമ്പർ മാത്രം എഴുതിയാൽ മതി. ക്ലോസ്ഡ് ഇൻ്റർവൽ എ കോമ ബി എന്ന് വെച്ചാൽ എയും ബിയും ഇൻക്ലൂഡ് ആകുകയും അതിൻ്റെ ഇടയ്ക്കുള്ള നമ്പേഴ്സും വേണം. അതായത് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. അടുത്തത് ക്ലോസ്ഡ് ഇൻ്റർവൽ എ കോമ ബി ഓപ്പൺ ഇൻ്റർവൽ. എന്താണ്? ക്ലോസ്ഡ് വന്നാൽ ക്ലോസ് വരികയാണെങ്കിൽ അതും വേണം. പറയുമ്പം എ ഇവിടെ ക്ലോസ്ഡ് ആയതുകൊണ്ട് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ബി എന്ന് എഴുതാൻ പറ്റുകയും ചെയ്യും. ലാസ്റ്റ് വൺ ഓപ്പൺ ഇൻ്റർവൽ എ കോമ ബി ക്ലോസ്ഡ് ഇൻ്റർവൽ. എയുടെ മുന്നിൽ ഓപ്പൺ ആയതുകൊണ്ട് തന്നെ അവിടെ ലെസ് ദാൻ എ ലെസ് ദാൻ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി. ലാസ്റ്റ് വൺ ഈസ് യൂണിവേഴ്സൽ സെറ്റ്. യൂണിവേഴ്സൽ സെറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ഇറ്റ് ഈസ് ദ കളക്ഷൻ ഓഫ് ആൾ സെറ്റ്. എല്ലാ സെറ്റിൻ്റെയും കൂടെ കളക്ഷനാണ് യൂണിവേഴ്സൽ സെറ്റ്. യൂണിവേഴ്സൽ സെറ്റ് റെപ്രസെൻറ്റഡ് ബൈ ദ ലെറ്റർ ക്യാപിറ്റൽ യു. എവിടെയെങ്കിലും യു കണ്ടാൽ ഇറ്റ് ഇസ് കാൾഡ് എന്താണ്? യൂണിവേഴ്സൽ സെറ്റ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ എ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ആൾ 1 2 3 1, 2, 3. B is equal to set of all 3, 4, 5. Another one, C is equal to set of R 6, 7. ഈ 3 സെറ്റ് ഉണ്ടായിരുന്നു നിങ്ങൾ. A is equal to നാച്ചുറൽ നമ്പർ സെറ്റ് 1, 2, 3. B is equal to സെറ്റ് 3, 4, 5. C is equal to സെറ്റ് 6, 7. ഈ 3 സെറ്റിൻ്റെയും കൂടി കളക്ഷനെ വിളിക്കുന്ന പേരാണ് യൂണിവേഴ്സൽ സെറ്റ് അഥവാ ക്യാപിറ്റൽ യു. യൂണിവേഴ്സൽ സെറ്റ് അഥവാ ക്യാപിറ്റൽ യു ഇസ് ഈക്വൽ ടു കളക്ഷൻ ഓഫ് ആൾ സെറ്റ്സ്. ഈ സെറ്റിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ കളക്ഷൻ, അതായത് ഈ 3 സെറ്റിൻ്റെ അകത്തുള്ള എലമെൻസിൻ്റെ കളക്ഷൻ അഥവാ കൂട്ടമായിരിക്കും യു. ക്യാപിറ്റൽ യു ഇസ് ഈക്വൽ ടു സെറ്റ് 1, 2, 3. ഫസ്റ്റ് സെറ്റ് 1 എ ആണ്. അപ്പോൾ 1, 2, 3. അടുത്ത നമ്പർ സെറ്റ് ബി ആണ്. ഇവിടെ ആൾസോ 3 ഉണ്ട്, അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. 3, സെറ്റ് എഴുതാൻ പറഞ്ഞാൽ അതിനകത്ത് നമ്പർ റിപ്പീറ്റ് ചെയ്യാൻ പാടുള്ളതല്ല. 1, 2, 3. അടുത്തത് 4, 5. ലാസ്റ്റ് സെറ്റിനകത്ത് നമ്പേഴ്സിൽ 6, 7. Therefore 1, 2, 3, 4, 5, 6, 7. ഇതിനെ വിളിക്കുന്ന പേരാണ് യൂണിവേഴ്സൽ സെറ്റ്. ഇപ്പോൾ എന്താണത്? അതായത് യൂണിവേഴ്സൽ സെറ്റ് ഈസ് ദ കളക്ഷൻ ഓഫ് ആൾ സെറ്റ്. തന്നിരിക്കുന്ന എല്ലാ സെറ്റിൻ്റെയും കൂടെ അല്ലെങ്കിൽ തന്നിരിക്കുന്ന സെറ്റിനകത്തുള്ള എല്ലാ എലമെൻസിൻ്റെയും കൂടെ കൂട്ടം അഥവാ കളക്ഷനാണ് യൂണിവേഴ്സൽ സെറ്റ് ക്യാപിറ്റൽ യു. യു ഇസ് ഈക്വൽ ടു സെറ്റിനകത്തുള്ള എക്കകത്തുള്ള എലമെൻറ്റ് 1, 2, 3. ബിക്കകത്തുള്ള 3, 4, 5. ലാസ്റ്റ് വൺ 6, 7. അങ്ങനെയാണെങ്കിൽ പറയാൻ പറ്റും ഈ യൂണിവേഴ്സൽ സെറ്റിൻ്റെ ഒരു സബ്സെറ്റ് ആയിരിക്കും എയും ബിയും സിയും. റൈറ്റ്? എക്കകത്ത് എ എന്ന് പറയുന്നത് യൂണിവേഴ്സൽ സെറ്റിൻ്റെ സബ്സെറ്റാണ്. കാരണം എക്കകത്തുള്ള എല്ലാ എലമെൻസും യുയിലും ഉണ്ട്. കാരണം എയിൽ 1, 2, 3 ഉണ്ട്. ആ 1, 2, 3 യുയിലും ഉണ്ട്. അപ്പോൾ എ ഇസ് ഈക്വൽ ടു 1, 2, 3 അത് യുയിലും ഉണ്ട്. 1, 2, 3. Therefore അങ്ങനെ എക്കകത്തുള്ള എല്ലാ എലമെൻസും യുയിലും വരികയാണ് എങ്കിൽ എ ഈസ് ദി സബ്സെറ്റ് ഓഫ് യു എന്ന് പറയാൻ പറ്റുകയും ചെയ്യും. അങ്ങനെ ബി ഈസ് ദ സബ്സെറ്റ് ഓഫ് യു. എന്താണ് കാരണം? ബി എന്ന് പറയുന്ന സെറ്റിനകത്തുള്ള എലമെൻസാണ് 3, 4, 5. ആ 3, 4, 5 യുയിലും ഉണ്ട്. Therefore
ബി സബ്സെറ്റ് ഓഫ് യു. ലാസ്റ്റ് വൺ സി. സി ഈസ് ദി സബ്സെറ്റ് ഓഫ് യു ബിക്കോസ് ഈ സി എന്ന് പറയുന്ന സെറ്റിനകത്തുള്ള എല്ലാ എലമെൻസും യുവിലും ഉണ്ട്. അതുകൊണ്ട് പറയാൻ പറ്റും എ കോമ ബി കോമ സി 3 സെറ്റ്സ് ആർ ദി സബ്സെറ്റ് ഓഫ് യൂണിവേഴ്സ് സെറ്റ് യു. മനസ്സിലായ? കാരണം എക്കകത്ത് 1, 2, 3 ഉണ്ട്. ഇതെല്ലാം യുവിലും ഉണ്ട്. അതിനൊക്കെ തന്നെ ബി 3, 4, 5 അതെല്ലാം യുവിലും ഉണ്ട്. ദെയർഫോർ എ ഈസ് ദ സബ്സെറ്റ് ഓഫ് യു. യു എന്ന് പറയുന്ന സെറ്റിൻ്റെ ഒരു സബ്സെറ്റാണ് എ. കാരണം എക്കകത്തുള്ള എല്ലാ എലമെൻസും യുവിലും ഉണ്ട്. അപ്പോൾ എ ഈസ് ദ സബ്സെറ്റ് ഓഫ് യു, ബി സബ്സെറ്റ് ഓഫ് യു, സി സബ്സെറ്റ് ഓഫ് യു. ഓക്കെ.